friends and welcome back to my new video. This is Nimisha and you're watching and can talk. വല്യമ്മച്ചിയുടെ റെസിപ്പി ആയിട്ട് ഞാൻ പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് വന്നിട്ടൊരു സ്പെഷ്യൽ ചിക്കൻ കറി ആൻഡ് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എപ്പോഴും മീൻ പിടിച്ചാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിയുടെ വെറൈറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊച്ചിലിട്ടാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിന് ശേഷം വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. അതിന് ശേഷം അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ കൊച്ചുള്ളിയും പച്ചമുളകും ഇട്ടു ഇങ്ങനെ വഴട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചിക്കനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വെച്ചേക്കുക കേട്ടോ. നമ്മളിനി മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഇച്ചിരി അധികം ഇട്ടോ, ഇച്ചിരി എന്ന് പറഞ്ഞാൽ എടുത്ത് വെക്കരുത്. നമ്മൾ എല്ലാം ഒരു ചിക്കൻ്റെ ക്വാണ്ടിറ്റി വേണം നമ്മൾ പൊടികളെല്ലാം ഇടാൻ വേണ്ടിയിട്ട്. അതിന് നമ്മളിപ്പം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മളിനി ഉലുവ ഉണ്ടോ ലേശം ഒരു പൊടിക്കൊരു എസൻസിന് വേണ്ടി ഇച്ചിരി ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനാണ്, ഇടാത്തവരും ഉണ്ട് ഇടുന്നവരും ഉണ്ട്. നമ്മൾ ഇടും കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. കൊച്ചുള്ളി വഴണ്ട് വരണം ഗൈസ്. ബാക്കിയെല്ലാം നമ്മൾ സിമ്പിളായിട്ട് അടക്കി കൊച്ചുള്ളി വഴണ്ട് വരുന്നതാണ് നമുക്കകത്ത് നല്ല പാടായിട്ടുള്ളത് കേട്ടോ. ഇത് നല്ല വഴണ്ടൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം കേട്ടോ, എന്നാലേ നമുക്കിത് ചിക്കനകത്ത് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ നല്ല കണക്ക് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മളിനകത്തോട്ട് തേങ്ങാക്കൊത്തില്ലേ, തേങ്ങ ഇങ്ങനെ വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് നല്ല കണക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഈ തേങ്ങയും കൊച്ചുള്ളിയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നേരം നല്ല കണക്ക് ഇല്ല സിനിമ പറഞ്ഞാൽ കടുവറ അതേ കണക്ക് നല്ല കണക്കിനെ മിക്സ് ആക്കിക്കൊണ്ട് ഇരിക്കണം കേട്ടോ. നമ്മൾ ചിക്കനിലേക്ക് കുറച്ചുകൂടി ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി തോനെ ഇടുന്നത് നമുക്ക് രണ്ടിന് വേണ്ടിയാണ്. അതുകൊണ്ട് നല്ല കണക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി വേറെ ഇടാൻ പോരെ, അപ്പോൾ കൂടെ ഇരിക്കുന്നത് മതി കേട്ടോ. എന്നിട്ട് നമ്മൾ മാരിനേഷൻ ഒരുപാട് മസാലകളും പൊടിയൊന്നും നമ്മൾ ഇട്ടിട്ടില്ല, അത്യാവശ്യത്തിന് മാത്രമേ ഇട്ടു. നല്ല കണക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് തിരുമത്തെ ചിക്കൻ തന്നെ നമുക്ക് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കത്തില്ല, നമ്മളെ കറിയിലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. നല്ല കണക്ക് ഇങ്ങനെ എണ്ണ പോലും ഒഴിച്ചിട്ടില്ല, അതൊക്കെ മിക്സ് ചെയ്ത് ചിക്കനിൽ പിടിക്കണം. ഇതാണ് ഈ പണി കേട്ടോ. പക്ഷേ ഇതിനേക്കാൾ പണിയാണ് ഉള്ളി വേണ്ടത്. അതിനൊക്കെ മിക്സ് ചെയ്ത് ഞാൻ എവിടെ ഇങ്ങനെ എടുക്കണം കേട്ടോ. എത്ര നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടെ ബെറ്ററാണ്, ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ. പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോഴങ്ങ് ചെയ്തതാണ് കേട്ടോ. നമ്മളിപ്പോൾ രാത്രിയാണ് കേട്ടോ ചെയ്യുന്നത്. രാത്രി നല്ലൊരു വൈബാണ് ഇങ്ങനെ കുക്ക് ചെയ്യാനായിട്ട്. അപ്പം അതിനെ ഇതാക്കി അപ്പം മിക്സ് ചെയ്ത് ഇനി നമ്മൾ കൊച്ചുള്ളിയുടെ ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വിട്ട് ഇനി അത് നല്ല കണക്ക് മിക്സായി നല്ല വരേണ്ട ഒരു മണം വരും കേട്ടോ. ആ മണം ആകുമ്പോഴേ നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ മിക്സ് ചെയ്യുന്നത്. അത് വരെ നമ്മളിങ്ങനെ നല്ല കണക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഞാനും ഉണ്ടായിക്കൊണ്ടിരുന്ന വല്യമ്മച്ചിയും എടുത്തു കിട്ടും. അതിന് ശേഷം നമ്മൾ ഇതാണ് ഇപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ദുഃഖം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു എസ്തറ്റിക് വൈബ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ പാത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കട്ടോ പറ്റുമെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തക്കാളിയാണ് കേട്ടോ. തക്കാളി ആദ്യം ഇടുന്നില്ലെന്ന് വിചാരിച്ചാണ്, പിന്നെ വേഷോറിന് ഇടാം. ഒരു മീഡിയം സൈസ് തക്കാളി മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ, ചെറിയൊരു പുളിപ്പിന് വേണ്ടി മാത്രം. പിന്നെ അതും നല്ല കണക്ക് മിക്സ് ചെയ്ത് ഇതിനകത്തിന് ഉടനെ ചേർന്നോളും കേട്ടോ. തക്കാളിയൊക്കെ നല്ല കണക്ക് അത് മിക്സ് ചെയ്ത് വരണം കേട്ടോ. ഇപ്പോൾ ഒരു കളർ മാറിയില്ലേ, ഇങ്ങനെ കുറച്ചും കൂടെ കളർ വരും കേട്ടോ. അതുവരെ നല്ല കണക്കാണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് മിക്സ് ചെയ്യും. അപ്പം നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു കിട്ടും, അതുകൊണ്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുകയാണ് കണ്ടേ ഇതിനകത്തോട്ട്. എന്നിട്ട് അതും നല്ല കണക്കാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ചിക്കൻ തട്ടാനുള്ള ടൈം മാറ്റിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ തട്ടി കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിലൊക്കെ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ നമുക്ക് നല്ല ഇത് ചിക്കനിലേക്ക് മസാലയൊക്കെ ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് അത് നമുക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നല്ല കണക്ക് മിക്സ് ചെയ്ത് തരും കേട്ടോ. അപ്പം വെച്ചാൽ നല്ലതാണ്, വെക്കാൻ ടൈമുള്ളവർ വെക്കുക കേട്ടോ. ഇനി ഇതിട്ട് നല്ല കണക്ക് ഇനി നല്ല കണക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇച്ചിരി ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു കേട്ടോ. അതെന്തായാലും ഇടണം കേട്ടോ, മറക്കല്ലേ. ജോലി ചെയ്തതിനുള്ള ഇതെല്ലാം അതിനകത്തുണ്ട്. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല മണമായിട്ടോ അടുക്കള മൊത്തം. എനിക്ക് നമ്മളുണ്ടാക്കിക്കൊണ്ട് പറയാല്ല, അത്രയ്ക്ക് നല്ല മണമായിരുന്നു കേട്ടോ. സൂപ്പർ മണം കേട്ടോ. കണ്ടതുണ്ട് നല്ല കളർ വന്നിട്ടുണ്ട്. നമ്മളിട്ട് കാശ്മീരി ഇടാം, നമ്മൾ രണ്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ല സോറി, നമ്മൾ എരിയുള്ള മുളക് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. കാശ്മീർ ഇട്ടിട്ടില്ല, കളർ വേണമെങ്കിൽ ചേർക്കാം. ഇനി അടച്ച് വെച്ചിട്ട് തുറക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അടച്ച് വെക്കുക കേട്ടോ. അങ്ങനെ ആക്കിക്കൊണ്ട് ഇരുന്നാൽ മതി കണ്ടോ. നമ്മൾ എണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് വെള്ളം ഇറങ്ങിയ എണ്ണ പിന്നെ അടച്ച് വെച്ചിട്ട് തുറക്കുക കണ്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചില്ല കേട്ടോ ഇതുവരെ. എന്നിട്ട് ചിക്കനിൽ നിന്ന് കണ്ടോ നിങ്ങൾ വെള്ളം ഇറങ്ങിയത് കണ്ടില്ലേ, കണ്ടോ. നല്ല കണക്ക് ചിക്കനിൽ ഇറങ്ങും. അതുകൊണ്ടാണ് നമ്മൾ വേറൊന്നും
എന്താ പറയുക, വെള്ളം അതിനകത്ത് ഒഴിക്കാനത് കേട്ടോ. നമ്മൾ ഒഴിക്കുന്നവരും ഉണ്ട്, പക്ഷെ നമ്മളങ്ങനെ ഒഴിക്കാറില്ല കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഇടുന്നത് ഉലുവാപ്പൊടിയാണ് കേട്ടോ. ഒരു ചെറിയ സീക്രട്ടാണ്, ഇടുന്നവരും കാണൂല്ലേ. ഉലുവാപ്പൊടി ചെറിയൊരു എന്താ പറയുക ഫ്ലേവറിന് വേണ്ടി ജസ്റ്റ് ഒന്ന് എന്നും പറഞ്ഞ് ഒരുപാട് ഉലുവാപ്പൊടി ഇടണം കേട്ടോ. ഒരുപാട് ഇട്ടാൽ സീനാവും, കയ്പ്പാവും കേട്ടോ കറി മൊത്തം. ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതൊന്നും അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷം കണ്ട് തുറക്കുമ്പോഴേ നല്ല രീതിക്ക് കണ്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം നമ്മൾ ചേർത്തിട്ടില്ലാണ്ട് നല്ല രീതിക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നു കേട്ടോ. പക്ഷെ നല്ല കളറും മണവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കറിവേപ്പിലയാണല്ലേ എല്ലാത്തിൻ്റെയും ടേസ്റ്റും രഹസ്യവും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടി ചിക്കൻ ഫ്രൈയിലേക്ക് കടക്കാൻ കേട്ടോ. നിങ്ങൾ പറയും അതിന് ചിക്കൻ ഫ്രൈ നിങ്ങൾ വേറെ മാരിനേറ്റൊന്നും ചെയ്തില്ലല്ലോ. അതല്ലേ ഗൈസ് ട്രിക്ക് നിങ്ങൾ കാണിച്ചാൽ. ഈ ട്രിക്ക് നിങ്ങൾ നേരത്തെ എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടല്ലേ, വലിയ വെച്ചിട്ട് മീൻ പൊരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കറിവേപ്പിലയാണല്ലേ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇരിക്കുന്നത്. ഫ്രൈ എന്നൊക്കെ പറയാം, കറിവേപ്പില ഇങ്ങനെ എടുത്ത് വെക്കണം. ഈ കറിവേപ്പില അങ്ങനെ ഇട്ടപ്പോഴത്തേന് എന്ത് മണമെന്നറിയാമോ. അപ്പോൾ കറിവേപ്പില ആവശ്യത്തിന് കുറേ ഇട്ടും, ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടോ. ഇനിയാണ് നമ്മൾ ട്രിക്ക് വന്നിട്ട്, അതേ ഗൈസ് നമ്മളെ കറി പീസ് എടുത്താണ് കേട്ടോ നമ്മൾ ഇടുന്നത്. അതാകുമ്പോൾ നമുക്ക് ഭയങ്കര ടൈമും ലാഭമാണ്. ടേസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഓഫ്കോഴ്സ് ഞാൻ പറയാം സൂപ്പർ സീരിയസ്ലി പറയാം കേട്ടോ. വലിയമിച്ച് ഉണ്ടാക്കിക്കൊണ്ട് പറയാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പൊതുവെ വലിയമിച്ച് ഉണ്ടാക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കാലൊക്കെ എനിക്കാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം നല്ലതാണ് കണ്ടോ. മൊത്തം ആവശ്യത്തിനുള്ള എത്ര ഫ്രൈ വേണോ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൈക്ക് വേണ്ടിയുള്ള പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മണ്ടയിലും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനാണ് കേട്ടോ, എൻ്റെ കൈയാണ് കേട്ടോ അതിനോട്. ഇപ്പോൾ അടുത്താണ് ഫൈനൽ ലുക്ക്. എന്ത് മണമെന്ന് പറയുമ്പോൾ അടുക്കള മൊത്തം എൻ്റെ ദൈവമേ അടിപൊളി മണമായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ പറഞ്ഞു തരുന്നത് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറിയാണ് ഇത്രയേ ഉള്ളൂ കറിയുടെ പരിപാടി. കറി ഇവിടെ നല്ല അടിപൊളി തേങ്ങ കൊത്തൊക്കെ ഇട്ട് സൂപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രൈയും കൂടെ റെഡി ആയാൽ മൊത്തം പരിപാടി ഇവിടെ തീർന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളൊന്ന് തിരിച്ചിടുകയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി, അത് ഓവറായിട്ടൊന്നും ആകണ്ട. ജസ്റ്റും ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ ഫ്രൈന്. ഇതും ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യം തീർന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ. പക്ഷേ കറിക്ക് ഇച്ചിരി ടൈം എടുക്കും കേട്ടോ. ആ ഒരു ചെറിയ ഉള്ളി വഴണ്ട് വരാൻ മാത്രമേ ടൈം എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മുടെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം മണഞ്ഞപ്പം ബാക്കിലാണ് കേട്ടോ നിൽക്കുന്നത് വീടിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും സിമ്പിളാണ്. ആ ഉള്ളി വഴണ്ട് വരുന്ന ടൈം മാത്രമേ നമുക്ക് എടുക്കുന്നുള്ളൂ. ബാക്കി നല്ല സിമ്പിൾ നടക്കുന്നുണ്ട്. അത് ഇച്ചിരി അധികം ടൈം എടുക്കുന്ന പരിപാടിയാണ് ഉള്ളി വഴണ്ട് വരുന്നത് കേട്ടോ. അതേ ഉള്ളൂ ടൈം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കൊച്ചുള്ളി വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടൊന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ പറയണല്ലോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും മറക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത അടിപൊളിയിട്ട് വരുന്നത് കേട്ടോ.